ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 5 നെക്സ്റ്റ് പോർഷനാണ് റിസ്ക് മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നമ്മൾ മാർക്കറ്റിലോട്ട് ഡെലിവറി ചെയ്ത് കഴിയുമ്പം എന്തെല്ലാം ഇഷ്യൂസൊക്കെ ഉണ്ടാവാം. അപ്പം സിസ്റ്റം ഫെയിലിയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ, അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് സ്റ്റഡി ചെയ്യുന്ന റിസ്ക് മാനേജ്മെൻറ്റിൽ. അപ്പം റിസ്ക് മാനേജ്മെൻറ്റിൽ എവറി പ്രോജക്റ്റ് ഈസ് സക്സെപ്റ്റബിൾ ടു റിസ്ക്. Okay, without effective risk management, even the planned project become failure. Project manager should anticipate and identify different risks susceptible to the project. അപ്പം നമ്മൾ സിമ്പിളായിട്ട് ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ പ്രോജക്റ്റിന് എന്തെല്ലാം റിസ്ക് വരാനുള്ള പോസിബിലിറ്റീസ് അല്ല ചാൻസസ് ഉണ്ട്, സാധ്യതകളുണ്ട്, അതൊക്കെയാണ് നമ്മൾ ഈ റിസ്ക് മാനേജ്മെൻറ്റിൽ. അപ്പം നമ്മളത് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യുക, പ്രയോറായിട്ട് സ്റ്റഡി നടത്തി അതിലെ പ്രീവിയസ് പ്രോജക്റ്റിൽ നിന്ന് വന്നിരിക്കുന്ന ഫീഡ്ബാക്കൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളതിനെ പ്രീവിയസ് കുറേ പ്ലാൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഹീ ഷുഡ് പ്രിപ്പയർ കോണ്ടിജൻസി പ്ലാൻസ് ബിഫോർ ഹാൻഡ് ടു കണ്ടെയ്ൻ ദി റിസ്ക്. അപ്പം നമ്മൾ മേ ബി അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പ്രോജക്റ്റിൽ നിന്നുള്ള ഫീഡ്ബാക്കൊക്കെ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. അതായത് ഇന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് വിചാരിച്ച് അതിനെ മാനേജ് ചെയ്യാൻ അല്ലെ കൺട്രോൾ ചെയ്യാൻ, അതിനെ അവോയ്ഡ് ചെയ്യാനുള്ള സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് റിസ്ക് മാനേജ്മെൻറ്റ് മെയിനായിട്ട് വരുന്നത്. Risk management, it aims to reduce the chances of risk becoming real, also reduces the impact of a risk that becomes real. അപ്പം റിസ്ക് മാനേജ്മെൻറ്റിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ റിയാലിറ്റിയിലോട്ട് എത്തുന്നതിന് മുമ്പ് അതായത് അതിനെ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ അതിൻ്റെ ഇമ്പാക്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഓഫ് റിസ്ക് മാനേജ്മെൻ്റ് ആണ്? മെയിൻലി 3 ആക്ടിവിറ്റീസാണ്: റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ, റിസ്ക് അസസ്മെൻറ്റ്, റിസ്ക് മിറ്റിഗേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അസസ് ചെയ്യുക, അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിനെ കുറയ്ക്കുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റ് മാനേജർ നീഡ്സ് ടു ആൻറ്റിസിപ്പേറ്റ് ദ റിസ്ക് ഇൻ ദ പ്രോജക്റ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. അപ്പം നമ്മൾ നീഡ്സ് ടു പ്രോജക്റ്റ് മാനേജർ ഓരോ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്നത്. സോ പ്രോജക്റ്റ് മാനേജർ നീഡ്സ് ടു ആൻറ്റിസിപ്പേറ്റ് ദ റിസ്ക് ഇൻ ദ പ്രോജക്റ്റ് ആസ് ഏർലി ആസ് പോസിബിൾ എന്നാണ് പറയുക. ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻസ് ആർ മെയ്ഡ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാനേജ്മെൻറ്റ് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കുക. റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ ഈസ് സിമിലർ ടു ലിസ്റ്റിംഗ് ഡൗൺ ദ നൈറ്റ്മെയേഴ്സ് ബൈ ദി മാനേജർ. എങ്ങനെ? വെൻഡേഴ്സ് നോട്ട് കംപ്ലീറ്റിംഗ് ദെയർ വർക്ക് ഓൺ ടൈം, പുവർ ക്വാളിറ്റി വർക്ക്, മാൻ പവർ ടേൺ ഓവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്താ പറയുക, കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഒരു ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് എന്തുമാത്രമുണ്ട്, അത് വെൻഡേഴ്സ് നോട്ട് കംപ്ലീറ്റിംഗ് ദെയർ വർക്ക് ഓൺ ടൈം ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഓൾമോസ്റ്റ് നമ്മുടെ പ്രോജക്റ്റ് സക്സസ് ആവുമോ ഇല്ലയോ, ഫെയിലിയർ ആയിരിക്കുമോ, അല്ലെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. Okay, then to identify the risk systematically we have to categorize risk into different classes. ഇനി സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന, നമ്മൾ പ്രീവിയസ് പറഞ്ഞ ജനറൽ ഇതൊക്കെയാണ് പറഞ്ഞത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ആണ് റിസ്ക് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോന്നിനെയും റിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൊജക്ട് മാനേജർ എക്സാമിൻസ് ദ റിസ്ക് ഇൻ ഈച്ച് ക്ലാസ്സസ്, ഐഡൻറ്റിഫൈ ദ റിസ്ക് ദാറ്റ് ആർ റിലവൻറ്റ് ടു ദി പ്രോജക്റ്റ്. അപ്പോൾ ക്ലാസ്സസ് കാറ്റഗറീസ് പറഞ്ഞാൽ പ്രോജക്റ്റ് റിസ്ക് ഉണ്ട്, ടെക്നിക്കലുണ്ട്, ബിസിനസ് റിസ്ക് ഉണ്ട്, ഇങ്ങനെ പല കാറ്റഗറീസ് ഓഫ് റിസ്ക് ഉണ്ട്. അപ്പോൾ ഇതിന് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് മാനേജേഴ്സ് അത് ഓരോന്നിനും അതിൻ്റേതായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാണ് നോർമലി ചെയ്യുക. ദെൻ പ്രോജക്റ്റ് റിസ്ക്, ദെൻ എന്തൊക്കെയാണ്? ദീസ് ഇൻക്ലൂഡ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ബഡ്ജറ്ററി, ഷെഡ്യൂൾ, പേഴ്സണൽ റിസോഴ്സ്, കസ്റ്റമർ റിലേറ്റഡ് ഇഷ്യൂസ്. അതായത് ബഡ്ജറ്ററി എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെ കൂടുതലായിരിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഷെഡ്യൂൾ, ഓൺ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ. പേഴ്സണൽ, അതായത് നമുക്ക് സ്റ്റാഫിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ആ സ്റ്റാഫ് ഓക്കെ ആണോ ചെയ്യാൻ, അവരെ കേപ്പബിൾ ആണോ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ്. ദെൻ റിസോഴ്സസ്, ആവശ്യത്തിന് അവൈലബിൾ റിസോഴ്സസ് ഉണ്ടോ. കസ്റ്റമർ റിലേറ്റഡ്, ഇനി കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ഇഷ്യൂസ്, ഇതൊക്കെയാണ് പ്രോജക്റ്റ് റിസ്കിൽ വരുന്നത്. ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് റിസ്ക് ഈസ് ഷെഡ്യൂൾ സ്ലിപ്പേജ്.
അപ്പം നമ്മൾ ഉദ്ദേശിച്ച ടൈമിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവും. മാർക്കറ്റിൽ അതിൻ്റെ എന്താ വാലിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, റീച്ചബിലിറ്റി അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ കുറയും. അപ്പം അങ്ങനെ അതാണ് ഏറ്റവും മെയിനായിട്ട് ഷെഡ്യൂൾ സ്ലിപ്പേജ് ആണ്. ദിസ് അറൈസസ് സിൻസ് സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് ആർ ഡിഫിക്കൽട്ട് ടു മോണിറ്റർ ഡ്യൂ ടു ഇറ്റ്സ് ഇൻവിസിബിലിറ്റി. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അസസ് ദി പ്രോഗ്രസ്. അപ്പം നമ്മൾ ഒരെണ്ണത്തിനെ ബേസ് ചെയ്ത് അതിനെ റിലേറ്റ് ചെയ്തിട്ട് പല പല റിസ്ക്കുകൾ നോർമലി ഉണ്ടാവാറുണ്ട്. ദെൻ ടെക്നിക്കൽ കാറ്റഗറി ഓഫ് റിസ്ക് എങ്ങനെയൊക്കെ ആയിരിക്കാം? ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പൊട്ടൻഷ്യൽ ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഇൻ്റർഫേസിങ്, ടെസ്റ്റിംഗ്, മെയിൻ്റനൻസ്. നമ്മൾ ഓൾറെഡി ഇതെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇൻ്റർഫേസ് ചെയ്യുമ്പോഴൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം. ടെസ്റ്റിംഗ്, മെയിൻ്റനൻസ് എല്ലാ കേസസിലും റിസ്ക് ഉണ്ടാവാം. ടെക്നിക്കൽ റിസ്ക് ഓൾസോ ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? ഇൻകംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ, ചേഞ്ചിങ് സ്പെസിഫിക്കേഷൻ, ടെക്നിക്കൽ അൺസർട്ടനിറ്റി. അപ്പോൾ ഈ കേസസിലൊക്കെയാണ് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുന്നത്. മോസ്റ്റ് ഓഫ് ദ ടെക്നിക്കൽ റിസ്ക് അറൈസസ് ഡ്യൂ ടു ഇൻസഫിഷ്യൻറ്റ് നോളജ് അബൌട്ട് ദി പ്രോജക്റ്റ്. അപ്പോൾ അതായത് റിക്വയർമെൻറ്റ്സ് കസ്റ്റമേഴ്സിന് വലിയ നോളജില്ല. അപ്പം നമ്മൾ കസ്റ്റമേഴ്സിന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യുവാണ്, അതായത് ഇങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഡെവലപ്പറും കൂടി ഇരുന്നൊക്കെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഫൈനൽ പ്രോഡക്റ്റ് ആയി കഴിയുമ്പോൾ മേ ബി അവർ എക്സ്പെക്റ്റ് ചെയ്തല്ലെങ്കിൽ കംപ്ലീറ്റ് വർക്കും നമുക്ക് പോകും. അപ്പം അങ്ങനെയുള്ള അതായത് നമ്മൾ ഇൻസഫിഷ്യൻറ്റ് നോളജ് അബൌട്ട് ദി പ്രോഡക്റ്റ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാകാവുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് റിസ്ക് ആണ്. ദിസ് ഇൻക്ലൂഡ് റിസ്ക് ഓഫ് ബിൽഡിംഗ് എ പ്രൊഡക്റ്റ് ദാറ്റ് നോ വൺ വാണ്ട്സ്, ലോസിങ് ബഡ്ജറ്ററി കമ്മിറ്റ്മെൻറ്റ്സ്. അപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിയുമ്പം അത് ആർക്കും വേണ്ടാത്ത ഒരു സാഹചര്യം വരിക. ലോസിങ് ബഡ്ജറ്ററി കമ്മിറ്റ്മെൻറ്റ്സ്, അതായത് നമ്മൾ ക്യാഷ് നമ്മൾ അറിയാലോ കോസ്റ്റ് ഉണ്ട്, എക്സ്പെൻസീവാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോവുക. അങ്ങനെയുള്ള കേസസിലൊക്കെയാണ് ബിസിനസ് റിസ്ക് ഉണ്ടാകുന്നത്. ടു സക്സസ്ഫുള്ളി ഐഡൻറ്റിഫൈയിങ് റിസ്ക് ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് എ കമ്പനി ഡിസാസ്റ്റർ ലിസ്റ്റ്. കമ്പനി ഡിസാസ്റ്റർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻസ് ഓൾ ദ ബാഡ് ഇവൻറ്റ്സ് ദാറ്റ് ഹാവ് ഹാപ്പൻ ടു ദ സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് ഓഫ് ദ കമ്പനി ഓവർ ദി ഇയേഴ്സ്. അപ്പം നമ്മൾ ഇങ്ങനെ ഡിസാസ്റ്റർ ഇവൻറ്റ്സ് ആയിട്ട് വന്നു കഴിയുമ്പം നമ്മൾ കമ്പനീസിൽ, അതായത് ഓവർ ദി ഇയേഴ്സിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള ഇഷ്യൂസൊക്കെ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ ഒരു പുതിയ പ്രോഡക്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ പ്രീവിയസ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു അനലൈസിസ് ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് അല്ലെ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും ഇനി ഇഷ്യൂസ് വരും എന്ന് കൺസിഡർ ചെയ്തിട്ട് നമുക്കതിന് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. ദിസ് ലിസ്റ്റ് ക്യാൻ ബി റീഡ് ബൈ ദ പ്രോജക്റ്റ് മാനേജർ ടു ബി അവെയർ ഓഫ് സക്സെപ്റ്റബിൾ റിസ്ക് ടു ദ പ്രോജക്റ്റ്. അപ്പം നമുക്ക് അവെയർ ആകാം, അതനുസരിച്ചുള്ള കറക്റ്റ് ചെയ്യാൻ അല്ലെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള പ്ലാൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിസ്ക് അസസ്മെൻ്റ് ആണ്. അപ്പോൾ റിസ്ക് അസസ്മെൻറ്റിൽ എന്താ വരുന്നത്? ഒബ്ജക്റ്റീവ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ് ഈസ് ടു റാങ്ക് ദ റിസ്ക് ഇൻ ടേംസ് ഓഫ് ദെയർ ഡാമേജ് കോസിങ് പൊട്ടൻഷ്യൽ. അപ്പം അസസ്മെൻറ്റിൽ റാങ്ക് ചെയ്യാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇന്നത് ചെയ്യുക, അപ്പം അത് ആദ്യം റിസോൾവ് ചെയ്യുക, അതാണ് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് ഡാമേജ് കോസിങ് പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്തിട്ട് റിസ്കിനെ റാങ്ക് ചെയ്യുക. അപ്പോൾ റാങ്ക് ഈച്ച് റിസ്ക് ഈസ് റേറ്റഡ്, അതായത് റാങ്കിങ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ദ പ്രോബബിലിറ്റി ഓഫ് റിസ്ക് ബിക്കമിങ് റിയൽ, അതോടൊപ്പം തന്നെ ദ കോൺസിക്വൻസസ് ഓഫ് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് റിസ്ക്, അതായത് എന്തുമാത്രം പ്രോബബിലിറ്റി ഉണ്ട് അത് റിയൽ ആവാൻ, അതോടൊപ്പം തന്നെ കോൺസിക്വൻസസ് ഓഫ് പ്രോബ്ലംസ് ആ റിസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട്. Okay, based on these two factors, priority of each risk is calculated. P equal to R into S. Already നമ്മൾ പ്രോബബിലിറ്റി ഓഫ് അത് റിയാലിറ്റിയിലോട്ട് എത്താൻ എന്ത് പ്രോബബിലിറ്റി ഉണ്ടാകും അത് ആറായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അതുപോലെ ആ റിസ്ക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് എസ് ആയിട്ട്, ദാറ്റ് ഈസ് പി പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ആർ ഇൻറ്റു എസ് ആണ്. ഇഫ് ഓൾ റിസ്ക് ആർ പ്രയോറിറ്റൈസ്ഡ് ദെൻ ദ മോസ്റ്റ് ലൈക്ലി ആൻഡ് ഡാമേജ് റിസ്ക് ആർ ഹാൻഡിൽഡ് ഫസ്റ്റ്. അത് ഓഫ് കോഴ്സ് അങ്ങനെയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഏറ്റവും പ്രോബ്ലംസ് ഉണ്ടാകാവുന്ന റിസ്കുകൾ ആദ്യം സോൾവ് ചെയ്ത് പോവുക. Next, risk mitigation. After identifying all risk, plans are made to control the most damaging and likely risk first. അപ്പോൾ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റുമോ, അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ, റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള മെഷേഴ്സൊക്കെയാണ് റിസ്ക് മിറ്റിഗേഷനിൽ എടുക്കുന്നത്. ഡിഫറെൻറ്റ് റിസ്ക് ഹാവ് ഡിഫറെൻറ്റ് കണ്ടെയ്ൻമെൻറ്റ് ആൻഡ് കൺട്രോൾ പ്രൊസീജിയേഴ്സ്. സ്ട്രാറ്റജീസ് ഓഫ് റിസ്ക് കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ദ റിസ്ക്, ട്രാൻസ്ഫർ ദ റിസ്ക് റിഡക്ഷൻ. പറഞ്ഞ പോലെ തന്നെയാണ് അവോയ്ഡ് ചെയ്യുക അല്ലെ മാറ്റിയെടുക്കാൻ പറ്റുമോ, പിന്നെ റെഡ്യൂസ് ചെയ്യുക. Then avoid the risk. Risk can be avoided in several ways. Risk often arises due to project constraints. So risk can be avoided by modifying the constraints. അപ്പം restrictions
വെക്കുമ്പോൾ ചില കേസസ് റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനെ മോഡിഫൈ ചെയ്ത് ഒത്തിരി കൺസ്ട്രെയിൻസ് വയലേറ്റ് ചെയ്യുന്ന രീതിയിലല്ല, കുറേയൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ മോഡിഫൈ ചെയ്തിട്ട് അതിനെ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കുക. കാറ്റഗറീസ് ഓഫ് കൺസ്ട്രെയിൻസ് വിച്ച് ഗീവ് റൈസ് ടു റിസ്ക് എന്ന് പറയുമ്പോൾ പ്രോസസ് റിലേറ്റഡ് കൺസ്ട്രെയിൻസ്, പ്രൊഡക്റ്റ് റിലേറ്റഡ് കൺസ്ട്രെയിൻസ്, ടെക്നോളജി റിലേറ്റഡ് കൺസ്ട്രെയിൻസ്. പ്രോസസ് റിലേറ്റഡ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ റിസ്ക് ആർ ഡ്യൂ ടു ദ ഫോളോവിങ് കൺസ്ട്രെയിൻസ്: അഗ്രസീവ് വർക്ക് ഷെഡ്യൂൾ, ബഡ്ജറ്റ്, റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അതായത് വർക്ക് ഷെഡ്യൂളിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, ബഡ്ജറ്റ് ഇന്ന ഇതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ, നമുക്ക് ഇത്ര റിസോഴ്സസ് ഉള്ളൂ അത് വെച്ചിട്ട് ഇത് ചെയ്യണം എന്നൊക്കെയുള്ള കൺസ്ട്രെയിൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് പ്രോസസ് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത്. ദെൻ പ്രൊഡക്റ്റ് റിലേറ്റഡ് എന്ന് പറയുമ്പം എന്തൊക്കെയായി, കമ്മിറ്റ്മെൻറ്റ് ടു ചലഞ്ചിങ് പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ്, ക്വാളിറ്റി, റിലയബിലിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കാം. ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്നോളജി ചേഞ്ചസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ടൈപ്പ് ഓഫ് പ്രശ്നങ്ങളൊക്കെയാണ്. ദെൻ റിസ്ക് ക്യാൻ ബി അവോയ്ഡഡ് ബൈ എന്തൊക്കെയാണ്, ഡിസ്കസിങ് വിത്ത് കസ്റ്റമേഴ്സ് ടു ചേഞ്ച് ദി റിക്വയർമെൻറ്റ്സ്. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ റിക്വയർമെൻറ്റ്സ്, കസ്റ്റമേഴ്സ് തന്ന റിക്വയർമെൻറ്റ്സ് കുറച്ചൊരു വേരിയേഷൻ വരുത്തി കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് റിസ്ക് ഒക്കെ ആണെങ്കിൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതൊന്ന് സോൾവ് ചെയ്യുക. ഗിവിങ് ഇൻസെൻറ്റീവ് ടു ദ ഡെവലപ്പേഴ്സ് ടു അവോയ്ഡ് ദ റിസ്ക് ഓഫ് മാൻ പവർ ടേൺ ഓവർ. അപ്പം ഡെവലപ്പേഴ്സിന് ഇൻസെൻറ്റീവ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാഫ് കുറച്ചും കൂടെ ഒക്കെ എഫക്റ്റീവായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. Then transfer the risk transfer. This involves getting the risky components developed by a third party or buying insurance cover etc. അപ്പം നമുക്ക് ഇപ്പോൾ റിസ്ക് ഉണ്ടാകുന്ന കമ്പോണൻസ് നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ ചെയ്യുന്നതിന് പകരം വേറൊരു തേർഡ് പാർട്ടിയെ ഏർപ്പാടാക്കി അവർ അതിൽ എഫിഷ്യൻ്റ് ആണെങ്കിൽ അങ്ങനെ വേണം ചെയ്യാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് കവർ പോലെയുള്ള പോളിസീസൊക്കെ എടുക്കുക എന്നുള്ളതാണ്. റിസ്ക് റിഡക്ഷൻ. ദിസ് ഇൻവോൾവ്സ് പ്ലാനിങ് ഡിഫറെൻറ്റ് തിങ്സ് ടു കണ്ടെയ്ൻ ദ ഡാമേജ് ഡ്യൂ ടു റിസ്ക്. എക്സാമ്പിൾ, ഇഫ് ദർ ഈസ് എ റിസ്ക് മാൻ പവർ ടേൺ ഓവർ, ന്യൂ റിക്രൂട്ട്മെൻറ്റ് ക്യാൻ ബി പ്ലാൻഡ്. അപ്പം നമുക്ക് മാൻ പവർ, അതായത് മെമ്പേഴ്സ്, ടെക്നിക്കലായിട്ടുള്ള മെമ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ടില്ല എങ്കിൽ നമുക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റൊക്കെ നടത്തി ആൾക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്ത് കഴിയുമ്പം കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് പോകാൻ പറ്റും. ഓക്കെ, ടെക്നിക്കൽ റിസ്ക് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ബിൽഡിങ് എ പ്രോട്ടോടൈപ്പ് ഓഫ് ദ ടെക്നോളജി ദാറ്റ് യു ആർ ഗോയിങ് ടു യൂസ്. അപ്പം അതുപോലെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എറേഴ്സൊക്കെയാണ് വരുന്നതെങ്കിൽ പ്രോട്ടോടൈപ്പൊക്കെ ചെയ്തിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ടറി സെക്ഷനിൽ എന്താണ് റിസ്ക് ഐഡൻറ്റിഫിക്കേഷൻ, റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് റിസ്ക് മിറ്റിഗേഷൻ. ഓരോ കേസസിൽ ഓരോരോ പ്രോസസ്സായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ഇതൊക്കെ ഓരോ സ്റ്റെപ്സായിട്ട് പോകുന്നതാണ്. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫൈനൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.